അങ്ങാടിപ്പുറം തളി മഹാദേവ ക്ഷേത്രത്തിൽ നടന്നു വന്ന അതിരുദ്ര മഹായജ്ഞം ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനത്തിൽ സ്വാമി ചിദാനന്ദപുരി സംസാരിക്കുന്നു. തത്സമയത്തിലേക്ക് നമ്മൾ ഞെട്ടിക്കുന്നതാണ്. നമ്മളിൽ നിന്നെന്തോ നമിക്കാനുള്ള മനോഭാവം എങ്ങോ പോയി മറയുന്നു. ചിന്തിക്കുക നല്ലപോലെ. നമിക്കേണ്ടവരെ നമിക്കാനുള്ള മനോഭാവം വ്യക്തിയിൽ നിന്നും സമാജത്തിൽ നിന്നും നഷ്ടപ്പെട്ടാൽ ആ സമാജം നിലനിൽക്കില്ല, ഉയരില്ല. അമ്മയെപ്പോലും നമിക്കാത്ത അവസ്ഥയിലേക്ക് അധപ്പതിച്ചു പോകുന്ന നമ്മുടെ മുമ്പിൽ നമനത്തിൻ്റെ മഹാസന്ദേശം ഈ രുദ്രത്തിലൂടെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. ഇത് ശ്രദ്ധിക്കുക. ഈ സന്ദേശം ഒന്ന് പ്രചരിപ്പിക്കുക. അത് ഏതെല്ലാം രീതിയിൽ നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളത് ഒരൊറ്റ ദൃഷ്ടാന്തം പറയാം. നമ്മൾ അറിയാതെ ആരെങ്കിലും ഒന്ന് ചവിട്ടിപ്പോയി കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ കഴിയും ഒന്ന് തൊട്ട് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് ആ ഭഗവത് രൂപിയെ പാദസ്പർശം ചെയ്തതിൽ ക്ഷമ യാചിച്ചുകൊണ്ട് നമ്മുടെ ശിരസിൽ ഭഗവത് ഭാവത്തെ കണ്ട് നമിക്കുക. അത് സ്വാഭാവികമാണ്. അക്ഷരസ്വരൂപിണിയായിട്ട് നമ്മൾ സരസ്വതിയെ കണ്ടു. അറിയാതെ എങ്ങാണ്ട് ഒരക്ഷരത്തിൽ ചവിട്ടിപ്പോയി കഴിഞ്ഞാൽ, എഴുതിയതോ അച്ചടിച്ചതോ എന്തോ ആവട്ടെ, ഒരക്ഷരത്തിൽ അറിയാണ്ട് ചവിട്ടിപ്പോയി കഴിഞ്ഞാൽ നമസ്കരിച്ച് മാപ്പ് അപേക്ഷിക്കുന്ന ഒരു പൈതൃകം, അത് പോയി ഇപ്പോൾ എവിടെ എത്തി? ഇപ്പോൾ സിമെൻ്റ് ഇട്ട് കഴിഞ്ഞാൽ, ടൈൽസ് പാകിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ അക്ഷരങ്ങളുള്ള പേപ്പർ അടിച്ച് അതിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ നമുക്ക് ഒരു മടിയില്ലാതെ. ചിലപ്പോൾ പറയുമ്പോൾ ഇയാൾ ഏതോ കാലത്ത് ജനിക്കേണ്ട ഒരാൾ കാലം മാറി വന്നതാണെന്ന് തോന്നിയെന്ന് വരും. അങ്ങനെ തന്നെ ഞാൻ സമ്മതിക്കുന്നു, അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. ചിലപ്പോൾ ചിലർക്ക് വട്ടാന്ന് തോന്നുന്ന പ്രവർത്തനമൊക്കെ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. നിങ്ങളോടൊരു നേരം പോക്ക് പങ്കുവയ്ക്കാം, സമയമൊന്നും അധികം ഇല്ല. എന്നാൽ ഈ നമനം എന്നുള്ളതിൻ്റെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഉറച്ചു കിടക്കണത് മറ്റുള്ളവർക്ക് എത്ര ദഹിക്കായിക ഉണ്ടാക്കും എന്നുള്ളത് സൂചിപ്പിക്കാൻ. ഒരു രാജ്യത്ത് തണുപ്പുള്ള സമയം, അപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ ഷൂസൊക്കെ ഉണ്ട്. അപ്പോൾ വീടിനകത്ത് നടക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും കരുതിയിട്ടില്ല. അപ്പോൾ ആ വീട്ടിലത്തെ ഗൃഹനാഥൻ ചിദാനന്ദപുരി സ്വാമിക്ക് വേണ്ടി പുതിയൊരു ചെരുപ്പ് വാങ്ങി വെച്ചിട്ടുണ്ട്, വീടിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. നല്ല തണുപ്പാണ്, ഉപയോഗിക്കാണ്ട് വയ്യ, കൊടും തണുപ്പാ, മൈനസ് ടെമ്പറേച്ചറാ, പുറത്തുനിന്ന് കൂട്ടിക്കോളൂ. അപ്പം നോക്കിയ സമയത്ത് അത് ഇടാൻ വയ്യ, കാരണം ആ ചെരുപ്പിൽ അക്ഷരമുണ്ട്. ഞാൻ എല്ലാം എടുത്ത് കൊണ്ടുപോയിട്ട് സിസേഴ്സ് എവിടെയാണ് വെച്ചതെന്ന് കണ്ടിരുന്നു. അതുകൊണ്ട് അത് മെല്ലെ മുറിച്ച് മാറ്റി എന്നിട്ട് ഇട്ടു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനൊരു പരിഭ്രമം, കാരണം നമ്മളിത് അഴിച്ചു വെച്ച് അദ്ദേഹം കണ്ടു. ഞാൻ സ്വാമിക്കൊരു പുതിയ ചെരുപ്പ് വാങ്ങിയിരുന്നു, അത് എവിടെ പോയി എന്നറിയില്ല. എൻ്റെ സ്വാമി ക്ഷമിക്കണേ, സ്വാമി പഴയ ചെരുപ്പാണല്ലോ ഇട്ടത്. പഴയ ചെരുപ്പൊന്നല്ല, നിങ്ങൾ വാങ്ങിയ പുതിയത് തന്നെയാണ് ഇട്ടത്. ഇതല്ല ഞാൻ വാങ്ങിയതേ, ഇതന്നെയായിരുന്നു. ഇങ്ങനെയായിരുന്നില്ല അത് കുറച്ചൊരു വികൃതത ഞാൻ വരുത്തിയതാ. അപ്പോഴദ്ദേഹത്തിന് മനസ്സിലായത്. ചിലപ്പോൾ ഇത് വട്ടാന്ന് ചിലർ പറഞ്ഞു വരും, പക്ഷേ നമുക്ക് വയ്യ. അക്ഷരം സരസ്വതിയാണ്. അപ്പം അറിയാതെ നമ്മൾ ഇതിൽ ഇളവുകൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ, നമ്മുടെ അടുത്ത തലമുറയുടെ മനസ്സിൽ അക്ഷരം സരസ്വതിയുടെ പ്രതിരൂപമാണെന്നൊരു ചിന്ത ഇല്ലാതാവും. അമ്മയാണ് നമ്മുടെ ഒന്നാമത്തെ ദൈവം എന്ന ചിന്ത ഇല്ലാതാവും. അച്ഛനാണ് നമ്മുടെ ദൈവം എന്നുള്ളത് ഇല്ലാതാവും. എന്താ സംഭവിക്കുക? ക്രമേണ അങ്ങാടിപ്പുറം തളി മഹാദേവ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന അതിരുദ്ര മഹായജ്ഞ സമാപന സമ്മേളനത്തിൽ സ്വാമി ചിദാനന്ദപുരി സംസാരിക്കുകയായിരുന്നു. തത്സമയമാണ് കണ്ടത്.